ഹായ് വിവാസ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫുൾ മൂൺ ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, അവരുടെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷനും എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ എന്താണോ ഈ ഫുൾ മൂൺ ഡേയിൽ ചിന്തിക്കുന്നത് അത് മാനിഫെസ്റ്റേഷൻ ആകുന്നതാണ്, അതായത് അത് നടക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇനി നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല, എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് പേടിയാണ് ഈ സിറ്റുവേഷനെ, അങ്ങനെയൊക്കെ ഇവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആയിരിക്കും ഇവർക്ക് സംഭവിക്കുക. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചെങ്കിലും നല്ലത് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെക്കുറിച്ച് അത് മാനിഫെസ്റ്റേഷൻ ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മോശമാണ് ചിന്തിക്കുന്നത് എങ്കിൽ അത് മാനിഫെസ്റ്റേഷൻ ആകുന്നതാണ്. ഈ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും എന്നത് അനുസരിച്ചാണ്. ഇവിടെ ഇവർക്ക് എന്തൊക്കെ ദൈവിക ശക്തികളാണോ ഉള്ളത്, അതായത് ഇവരുടെ ഡിസയർ എന്താണോ അത് സാധിക്കുവാൻ വേണ്ടി ദൈവിക ശക്തികൾ ഇവരെ സഹായിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് ഇവരുടെ ഡിസയർ എന്താണ് എന്നാണ്. നിങ്ങളെക്കുറിച്ച് ഇവർക്ക് എന്ത് ഡിസയറാണുള്ളത് അതനുസരിച്ചായിരിക്കും ദൈവിക ശക്തികൾ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അത് ഫുൾഫിൽ ആവാൻ വേണ്ടി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളിൽ പല ആൾക്കാർക്കും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ ആലോചിച്ച് ചിന്തിച്ച് ഇവർ മെച്യൂർ ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ വൈബ്രേഷൻ പോസിറ്റീവാണ് എങ്കിൽ വളരെ ആലോചിച്ച് ഇവർ മെച്യൂർ ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. ഇവർ ഇപ്പോൾ എന്ത് ഡിസിഷനാണോ എടുക്കുന്നത് അതിൽ നിന്ന് ഇവരെ ഇനി മാറ്റുവാൻ സാധിക്കത്തില്ല. ഇവർ നിങ്ങളോട് പറയുകയാണ് ഞാൻ നിങ്ങളെ മാരേജ് ചെയ്യാമെന്ന്, കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല എന്ന്. അങ്ങനെ ഒരു ഡിസിഷൻ ആയിരിക്കത്തില്ല ഇവർ എടുക്കാൻ പോകുന്നത്. അതായത് ഒരു ഡിസിഷൻ എടുത്താൽ അത് എടുത്തതാണ്. ഇനി ഇവർ ആര് പറഞ്ഞാലും ആ ഡിസിഷനിൽ നിന്ന് ഇവർ മാറത്തില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും ഇവർ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ്. അല്ലാതെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ട് ഇവരുടെ ഡിസിഷൻ ഇവർ മാറ്റാൻ പോവത്തില്ല. ഇവിടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിച്ചില്ല എങ്കിലും ഇവർ ഇവരുടെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലിയെ ധിക്കരിച്ചായാലും നിങ്ങളെ ഇവർ മാരേജ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഡേ ഡ്രീമിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ഇവർ ഒട്ടും എക്സ്പ്രസീവ് അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, അതായത് മെസ്സേജ് ചെയ്യണമോ വേണ്ടയോ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കോൾ ചെയ്യണമോ വേണ്ടയോ, മെസ്സേജ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇവിടെ എക്സ്പെഷ്യലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണാണ് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നത്. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് എങ്കിൽ ഉറപ്പായിട്ട് അവർ കോളോ മെസ്സേജോ ചെയ്യുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ. പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് ഇവിടെ സ്റ്റക്ക് സിറ്റുവേഷനിലിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ മനസ്സ് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരണമെന്നാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കാരണം, അതായത് നിങ്ങൾ എന്ത് വിചാരിക്കും കോൾ ചെയ്താൽ മെസ്സേജ് ചെയ്താൽ എന്നുള്ള ആ ഒരു പേടി, പക്ഷേ ഇവരുടെ മനസ്സെന്താണോ പറയുന്നത് കേൾക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സ് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് തിരികെ. ഇവർ ഇനി ഉറപ്പായിട്ട് ഇവരുടെ മനസ്സെന്താണോ പറയുന്നത് അത് കേട്ടിട്ട് നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂണിയൻ ഉണ്ടാവുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ന്യൂ മൂണിൻ്റെ ആ ഒരു ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരികയാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ആർക്കൊക്കെയാണോ റീയൂണിയൻ ആവുന്നത് അവരും കമൻറ്റ് സെക്ഷനിൽ പറയണേ. കാരണം ഇവിടെ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ പോസിറ്റീവായാൽ മാത്രമേ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനവും ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് മാക്സിമം പോസിറ്റീവായിട്ട് ഹോപ്പ്ഫുള്ളായിട്ട് വയ്ക്കുക.
ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 777 വൈബ്രേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫാമിലിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ അവരുടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ഫാമിലിയാണോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയാണോ പ്രശ്നമുണ്ടാക്കുന്നത്, അവർ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള മാരേജ് അറേഞ്ച് മാരേജ് ആവാൻ വേണ്ടി. ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നിങ്ങളിൽ കൂടുതൽ ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ മാക്സിമം ശ്രമിക്കും അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടെ അറേഞ്ച് മാരേജ് നടത്താമെന്ന്. പക്ഷെ അവർ സമ്മതിക്കാതെ വരുമ്പോൾ ഇവർ ഇവരുടേതായ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാക്സിമം ഇവർ ഫെബ്രുവരി വരെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഫാമിലി ട്രഡീഷണൽ വേയിൽ സമ്മതിപ്പിക്കുവാൻ വേണ്ടി ഇവർ ഫെബ്രുവരി വരെ വെയിറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ടും അവർ സമ്മതിച്ചില്ല എങ്കിൽ ഇവർ ഇവരുടേതായ രീതിയിൽ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യും ഇവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുമോ എന്ന് നോക്കാൻ വേണ്ടി. ഇല്ല എന്നിട്ടും ഇവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വരുന്നില്ല എങ്കിൽ ഇവരുടെ ഹൃദയത്തിനെ കല്ലാക്കി മാറ്റി ഇവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ, അതായത് ഇവരുടെ ഫാമിലി ആണല്ലോ നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കാതിരിക്കുന്നത്, അവരിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ന്യായം നടപ്പിലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൂരത്തിൽ നിന്നായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മജീഷ്യൻ്റെ എനർജി പറയുന്നത് ഇവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവർക്ക് മനസ്സും ഒന്നിലും തോന്നുന്നില്ല നിങ്ങളില്ലാതെ. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളും കൂടെ ഒന്ന് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ അതൊരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റുമായിട്ടായിരിക്കും വരുന്നത്. കാരണം ഇവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കേണ്ടത്, ഇത്ര നാൾ വെയിറ്റ് ചെയ്യാം, എന്നിട്ടും അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ എൻ്റേതായ രീതിയിൽ ഞാൻ ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിലെല്ലാം പ്ലാനിങ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഹീലാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കൂടാതെ നിങ്ങളിൽ പല ആൾക്കാരും പല ബന്ധനത്തിൽ കൂടെ ആയിരിക്കാം വന്നത് ഈ ഭൂമിയിൽ. അതായത് മറ്റൊരാളുമായിട്ട് ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത്. പിന്നെ നിങ്ങൾ പരസ്പരം കാണുകയും പിന്നെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയും പിന്നെ ഒന്നാവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് നേരത്തെ തന്നെ നിങ്ങൾ ഒന്നാവാനുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടായിരിക്കും ഈ ഭൂമിയിൽ വന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ സോൾ കോൺട്രാക്റ്റ് ആണ്. അതായത് ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ജീവിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി. അങ്ങനെ ചില ആൾക്കാരുടെ സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തന്നെ ഒരു ബേബി കുക്ക് പോലെ പരസ്പരം ഒട്ടി ഇരിക്കുന്നു. പിന്നെ നിങ്ങൾ ഒരിക്കലും അകന്നു പോവത്തില്ല, മരണം വരെ നിങ്ങൾ ഒന്നായിരിക്കും. ഇവിടെ നിങ്ങൾ പല ആൾക്കാരുടെയും സോൾ കോൺട്രാക്റ്റ് എന്താണോ അതനുസരിച്ചായിരിക്കും ഈ എനർജി നിങ്ങൾക്ക് വർക്കാവുന്നത്. കുറേ ആൾക്കാരുടെ ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുടെ വിഷസ് പൂർണ്ണമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും സൈൻ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഷിവറിങ് തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്തോ ഒരു മൂവ്മെൻറ്റ് ഉള്ളതുപോലെ തോന്നുക, ഒരു ഭാരം നിങ്ങളെ തലയിൽ എടുത്ത് വച്ചതുപോലെ തോന്നുക, അതൊക്കെ ഒരു സൈനാണ് നിങ്ങളുടെ കൂടെ ഏതോ ഒരു ദൈവീയ ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്നുള്ള സൈനാണ് അതൊക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ.